അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം ദർശിക്കാൻ പന്തളത്തേക്ക് ഭക്തജന പ്രവാഹം. ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ ദർശനത്തിന് വച്ചിരിക്കുന്ന തിരുവാഭരണം കണ്ടു തൊഴാനും അന്നദാനത്തിൽ പങ്കുകൊള്ളാനും ഭക്തരുടെ വലിയ തിരക്കാണ്. 12-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഘോഷയാത്ര പന്തളം വലിയ കോയികൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുക. മണികണ്ഠസ്വാമിയുടെ മണ്ണിലേക്ക് തിരുവാഭരണ ദർശനത്തിനായി ഭക്തജന പ്രവാഹമാണ്. മണ്ഡലകാലത്തുണ്ടായ ഭക്തജന തിരക്ക് അതേ രീതിയിൽ മകരവിളക്ക് തീർത്ഥാടന കാലത്തും തുടരുന്നു. ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനം നടത്തി സായുജ്യം നേടുകയാണ് ഭക്തജനങ്ങൾ. ഘോഷയാത്രാ ദിവസമായ 12-ന് പുലർച്ചെ 5:30 മുതൽ 12 വരെ ക്ഷേത്ര ശ്രീകോവിലിന് മുൻവശത്താണ് ആഭരണങ്ങൾ തുറന്നു വയ്ക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. കൊട്ടാരം നിർവാഹക സംഘം ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദർശനത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിങ്ങിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കൊട്ടാരം തന്നെ ഇത്തവണ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഇവിടെ പാലത്തിനക്കരെയുള്ള കൈപ്പുഴ ശ്രീവത്സം ഗ്രൗണ്ടിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരെ കൂടാതെ മറ്റ് അയ്യപ്പ ഭക്തരും ധാരാളമായി എത്തുന്നുണ്ട്. വർഷത്തിൽ 3 തവണ മാത്രമാണ് തിരുവാഭരണ ദർശനം സാധ്യമാകുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും അയ്യപ്പസ്വാമിയുടെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് തിരുവാഭരണം കണ്ടുതൊഴാൻ ഭക്തർക്ക് സൗകര്യം ലഭിക്കുക. അമൃത ന്യൂസ്, പത്തനംതിട്ട.